ഗുഡ് മോർണിംഗ്. അപ്പം നമ്മൾ ഇന്നൊരു സ്പെഷ്യൽ വ്ളോഗായിട്ടാണ് വന്നത്. എന്താണെന്നെല്ലാം ഞാൻ വഴിയേ പറയാം. എനിക്കിന്നൊരു സ്ഥലം വരെ പോകാനുണ്ട്. അപ്പോൾ അവിടെ എത്തിയിട്ട് ഞാൻ പറയാം എന്താണെന്ന് ചെയ്യാൻ പോകുന്നതെന്നെല്ലാം. അപ്പോൾ വീഡിയോ എല്ലാവരും കാണണേ. ഫിഷ് ബേബീൻ്റെ ഇവിടുന്ന് ബെല്ലടിച്ച് കളിക്കുന്നു. കണ്ണ് തെറ്റിയാൽ ഇവൻ്റെ പരിപാടി ഇതാ. അപ്പം ഞാൻ പോയി വേഗം കൃഷുവിന് ഫുഡ് കൊടുക്കട്ടെ. ഇന്ന് ഇഡ്ഡലിയും ചട്നിയാണ് കേട്ടോ. ഇഡ്ഡലി അവന് ഇഷ്ടമാണ്. ചട്നി കൂട്ടി കഴിക്കുമോ എന്നറിയില്ല. എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ എന്തെങ്കിലും വെറൈറ്റി റെസിപ്പീസ് എല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ആദ്യം അവനൊന്നും കഴിച്ചില്ല. വേണ്ട എന്ന് പറഞ്ഞിട്ട് കളിച്ചു. പിന്നെ ഞാൻ മെല്ലെ ഒന്ന് സോപ്പൊക്കെ ഇട്ട് മോൻ ഒറ്റയ്ക്കൊന്ന് കഴിച്ച് നോക്ക്, ഒറ്റയ്ക്ക് കഴിക്കുന്ന എങ്ങനെയാണെന്ന് അമ്മയ്ക്ക് അറിയില്ല, ഒന്ന് കാണിച്ചു തരുമോ എന്നൊക്കെ പറഞ്ഞ് നോക്കിയപ്പോൾ അത് അവനിത് ഒറ്റയ്ക്ക് കഴിക്കാൻ തുടങ്ങുന്നുണ്ട്. ചട്നിയിലെല്ലാം ഒന്ന് ടച്ച് ചെയ്തിട്ടെല്ലാം കഴിക്കുന്നുണ്ട്. ഇവൻ എന്തൊക്കെയാണ് കഴിക്കാൻ കൊടുക്കാറെന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ. അമ്മ എങ്ങനെ അപ്പാപ്പം തിന്നാ ഇങ്ങനെ മുറിച്ചിട്ട്. ഞാൻ ഫുഡ് കഴിക്കുന്ന കണ്ടപ്പോഴത്തേക്കും എൻ്റെ മടിയിൽ വന്നിരുന്നതാണ്. അപ്പോൾ ഉണ്ട് അച്ഛൻ അവിടുന്ന് വരുന്നത് അവൻ കണ്ടു. ഇനിയിപ്പോൾ അച്ഛൻ്റെ അടുത്തേക്ക് പോകാനുള്ള തിരക്കായിരിക്കും. ഞാൻ വേഗം ഫുഡ് കഴിച്ചിട്ട് എൻ്റെ ബാക്കിയുള്ള പണികളെല്ലാം പെട്ടെന്ന് തീർത്ത് വെക്കട്ടെ കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞ് പുറത്തിറങ്ങി നോക്കുമ്പോൾ ഇതാ ഒരാൾ ഇവിടുന്ന് ഒറ്റയ്ക്ക് ഊഞ്ഞാലാടുന്നുണ്ട്. ഞാൻ ഇതിൻ്റെ ഓഡിയോ കൊടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഒരാൾ വന്ന് കോളിംഗ് ബെല്ലടിച്ച് കളിക്കുന്നുണ്ട് കേട്ടോ. ആ സൗണ്ടാണ് നിങ്ങളിപ്പോൾ കേൾക്കുന്നത്. ഭയങ്കര കുരുത്തക്കേടാണ് ഗൈസ്, ഒരു രക്ഷയില്ല. എത്ര പറഞ്ഞാലും കേൾക്കൂല. അപ്പോൾ സമയം ഒരു 11:30 ആയിട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു കൃഷുവിന് എന്തെങ്കിലും കഴിക്കാൻ ഉണ്ടാക്കി കൊടുക്കാം. അതിന് മുന്നേ അവനെ ഒന്ന് കുളിപ്പിക്കണം. അപ്പം ഞാൻ അവനെ കുളിപ്പിച്ചിട്ട് അവനെന്തെങ്കിലും കൊടുത്ത് ഉറക്കട്ടെ. അപ്പോൾ ഇവൻ ഉറങ്ങിയിട്ട് വേണം എനിക്ക് അങ്ങോട്ട് പോവാൻ. കൂട്ടിയാൽ കാര്യം നടക്കില്ല. അതുകൊണ്ട് അച്ഛൻ്റെ അടുത്താക്കിയിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പം ഞാൻ ഇവനെ കുളിപ്പിച്ച് എന്തെങ്കിലും കഴിക്കാൻ കൊടുത്തിട്ട് ഉറക്കട്ടെ. അപ്പോൾ നമ്മുടെ കൃഷ് ബേബി ഇതാ കുളിയെല്ലാം കഴിഞ്ഞ് സുന്ദരനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു കൈയോട് കൃഷു. അപ്പോൾ ഞാൻ അവൻ്റെ ഫുഡ് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് അമൃതം പൊടി കുറച്ചിങ്ങനെ പാലിൽ ലൂസാക്കിയിട്ട് കാച്ചിയെടുത്തതാണ്. ഇത് അവൻ്റെ ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സാധനം. ആളിതാ അവിടെ ഇരുന്ന് കളിക്കുകയാണ്. ഇത് കാണുമ്പോൾ കണ്ടോ, ചിരിക്കുന്നത് കണ്ടോ വിഷു. വിഷുവിന് വേണ്ടാലോ. അവന് ഇഷ്ടമുള്ള കാര്യങ്ങളാണെങ്കിൽ അവൻ പെട്ടെന്ന് തന്നെ ഒരു മടിയൊന്നും ഇല്ലാണ്ട് കഴിച്ചോളും. അല്ലെങ്കിലാണ് പണി. അങ്ങനെ കൃഷുവിന് ഫുഡൊക്കെ കൊടുത്തു. കൃഷു ഉറങ്ങുന്നതാണ്. ഞാൻ അവൻ ഉറക്കുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. ഞാൻ കാണിച്ചിട്ട് അവൻ ഉറങ്ങുന്നത്. ഞാൻ വിചാരിച്ചു കുറച്ച് സമയം പുറത്ത് വന്നിരിക്കുകയാണ്. പുറത്ത് നല്ല മഴയാട്ടോ. ഇല്ലേ, പുറത്ത് നല്ല മഴയാണ്. പിന്നെ ഇങ്ങനെയൊന്നല്ലായിരുന്നു, നേരത്തെ നല്ല മഴയുണ്ടായിരുന്നു. അപ്പോൾ കൃഷി എണീക്കുന്ന മുന്നേ നമുക്ക് ഫുഡ് കഴിക്കാം. ഞാൻ ഇപ്പോൾ 2 മണി അങ്ങാണ്ടായി. കുറച്ച് സമയം പിന്നെ നിവേട്ടം വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നിവേട്ടനെ വിളിച്ചിട്ട് സമയം പോയതറിഞ്ഞില്ല. 2 മണിയായി. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാം. അപ്പോൾ ഇന്ന് ലഞ്ചിന് നമുക്ക് ചക്കക്കുരുവിൻ്റെ കറിയുണ്ട്, മീൻ വറുത്തതുണ്ട്, പിന്നെ കണ്ണിമാങ്ങ അച്ചാറുണ്ട്, പിന്നെ ഇതെന്തിൻ്റെ ഉപ്പേരിയും വെണ്ടയ്ക്കേൻ്റെ ഉപ്പേരിയും ഉണ്ട് കേട്ടോ. ഞാൻ ശരിക്കും ഉച്ചയ്ക്ക് മുന്നേ പോകണം, ഇവൻ ഉറങ്ങുന്ന സമയത്ത് പോയി വരാമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷെ അപ്പോഴത്തേക്കും അച്ഛൻ വന്നില്ല. ഇപ്പം വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും അവനെ എണീപ്പിച്ചിട്ട് ഫുഡ് കൊടുത്തിട്ടല്ലാണ്ട് പോക്ക് നടക്കില്ല. അല്ലെങ്കിൽ ഞാൻ പോയി കഴിഞ്ഞിട്ടാണ് എണീക്കുന്നെങ്കിൽ അച്ഛന് ബുദ്ധിമുട്ടായിരിക്കില്ലേ ഫുഡൊക്കെ കൊടുക്കാൻ. അച്ഛൻ അതൊന്നും അറിയില്ല. അതുകൊണ്ട് പിന്നെ ഇനിയിപ്പോൾ എന്തായാലും ഈവനിങ് പോവാം വിചാരിക്കുന്നത്. മഴ ഉണ്ടാവാണ്ടിരുന്നാൽ മതിയായിരുന്നു. മഴ ഇപ്പോൾ നിന്നിട്ടുണ്ട്. അപ്പോഴേക്കും കൃഷ് ബേബി ഇതാ ഒരു ചൂലൊക്കെ എടുത്ത് കളിക്കുന്നുണ്ട് കേട്ടോ ഇവിടുന്ന്.
അടിച്ചു വരുന്നാന്ന് തോന്നുന്നു. നമ്മളെല്ലാം ചെയ്യുന്ന കണ്ടിട്ട് അവനിപ്പോൾ അതുപോലെയെല്ലാം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാൻ അവന് ഫുഡ് കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോയി. ഇന്ന് അവന് ചോറ് തന്നെയാണ് കൊടുക്കുന്നത്. ഫിഷ് ഉണ്ടെന്ന് പറഞ്ഞപ്പം വേഗം വായി തുറന്ന് കാണിക്കുകയാണ് കേട്ടോ. ഫിഷ് അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വേഗം കഴിച്ചോളൂ. ഞാൻ റെഡി ആയിട്ടോ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പോകുന്നത് പേരാമ്പ്രയ്ക്കാണ്. ബാക്കി ഞാൻ അവിടെ എത്തിയിട്ട് പറയാം കേട്ടോ. അമ്മു ഉണ്ട്, മേലെ വീട്ടിലുള്ള കുട്ടിയാണ് അമ്മു. നിങ്ങൾ ദേവുവിൻ്റെ വ്ളോഗിലെല്ലാം കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അവളും വരുന്നുണ്ട്. ഞാനിത് അമ്മൂനെയും കൂട്ടിയിട്ട് ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുകയാണ്. ഇവിടുന്ന് ഒരു 2 മിനിറ്റാണേ ഉള്ളൂ. അങ്ങനെ ഞാൻ പറഞ്ഞ സ്ഥലത്തെത്തി. വേറെ എവിടെയല്ല, അമ്മേൻ്റെ ഷോപ്പിലേക്കാണ് വന്നത്. എനിക്കറിയാം നിങ്ങൾക്ക് കാര്യം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവുന്ന. എൻ്റെ തംബ്നെയിൽ കാണുമ്പോൾ എന്തായാലും അറിയാൻ പറ്റുമല്ലോ. അതെ ഗൈസ്, ഞാൻ എൻ്റെ ഹെയർ കട്ട് ചെയ്യാൻ പോവുകയാണ്. കുറേ കാലമായി വിചാരിക്കുന്നു ഒരു ചേഞ്ച് ആക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം പിന്നെ എന്തായാലും നല്ലോണം കൊഴിയുന്നുണ്ടായിരുന്നു മുടി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ കുറച്ച് കട്ട് ചെയ്ത് കളയാം. അമ്മയ്ക്കും ഷാഗിയച്ചിക്കൊന്നും ഒട്ടും ഇഷ്ടമില്ല കേട്ടോ ഹെയർ കട്ട് ചെയ്യുന്നത്. പിന്നെ ഞാൻ കുറേ കാല് പിടിച്ച് പറഞ്ഞപ്പോൾ അങ്ങ് സമ്മതിച്ച് തന്നതാണ്. നന്നായിട്ട് കൊഴിയുന്നുണ്ടായിരുന്നു. ഞാൻ പിന്നെ ദുബായിലൊക്കെ ആ സമയത്ത് വെള്ളമൊക്കെ മാറിയിട്ട് കുറേ കൊഴിഞ്ഞു പോയി. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ കുറച്ച് കട്ട് ചെയ്തിട്ട് നല്ലോണം ഹെയർ കെയർ എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ മുടി കുറച്ച് നന്നായിട്ട് വരുമല്ലോ. ഇതാ ഹെയർ വാഷൊക്കെ കഴിഞ്ഞു. അമ്മ ഇതാ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ലെയറാക്കി മാറ്റി വെക്കുകയാണ്. ബട്ടർഫ്ലൈ കട്ടാണ് ഞാനിപ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചത്. അമ്മ അവിടുന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ചേച്ചി സങ്കടമാവുന്നില്ലേന്ന്. സങ്കടമൊക്കെ ഉണ്ട്. ഇതാ ഇങ്ങനെ കുറച്ച് നീളത്തിൽ കട്ട് ചെയ്ത് മാറ്റുമ്പോൾ ചെറിയ സങ്കടമൊക്കെ ഉണ്ട്. അങ്ങനെ ഹെയർ കട്ടിംഗ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. അമ്മ ഡ്രയർ വെച്ചിട്ട് മുടി ഉണക്കി തരികയാണ്. പിന്നെ അമ്മ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞത്ര ലെങ്ത്തിലൊന്നും എനിക്ക് കട്ട് ചെയ്ത് തന്നിട്ടില്ല കേട്ടോ. അമ്മ എന്നെ ചതിച്ചു ഗൈസ്. കുഴപ്പമില്ല, ഇത് മതി, എനിക്കിഷ്ടമായി. പിന്നെ അമ്മ ആയതുകൊണ്ട് പറയുകയല്ല. അമ്മ ഹെയർ കട്ട് ചെയ്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് അത് നീണ്ട് കിട്ടും കേട്ടോ. ചിലരുണ്ടാവില്ലേ അങ്ങനെ ഹെയർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നീണ്ട് വരും. ചിലർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങനെ തന്നെ ആയിപ്പോവും എന്നൊക്കെ അങ്ങനെ പറയില്ലേ. അതെനിക്ക് അതിലൊരു വിശ്വാസമുണ്ട്. അമ്മ കട്ട് ചെയ്താൽ എനിക്ക് എൻ്റെ ഒരു ഇതിൽ പെട്ടെന്ന് തന്നെ നീണ്ട് വരാറുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ദേവുവിനെ വിളിച്ചിട്ട് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഹെയർ കട്ട് ചെയ്തതെല്ലാം. അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. എനിക്കെന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നല്ല ഭംഗിയില്ലേ കാണാൻ. അത് കഴിഞ്ഞ് അമ്മൂൻ്റെ ഹെയറും അതേപോലെ തന്നെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇതാ അമ്മൂൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് ഹെയർ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട്. എനിക്കിഷ്ടമായി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ശ്രീലക്ഷ്മിയിലേക്കാണ്. അവിടുന്ന് മസാല ദോശയൊക്കെ പാർസൽ പറഞ്ഞു. അമ്മയും ഷാഗേച്ചിയും കൂടെ വേഗം തന്നെ വീട്ടിലേക്ക് പോയിട്ടോ. ഞങ്ങളോട് ഇത് വാങ്ങിയിട്ട് വരാൻ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ മസാല ദോശയൊക്കെ വാങ്ങി ഇതാ വീട്ടിലെത്തി. അപ്പോൾ എല്ലാവരും TV കാണേണ്ട തിരക്കിലാണ്. ഞാൻ വെറുതെ കൃഷ്ണനെ ഒന്ന് വിളിച്ചു. എവിടെ പോയി കാണുന്നില്ലല്ലോ. ഞാൻ വിളിച്ചപ്പോൾ തന്നെ ഓടി വരുന്നുണ്ട് കേട്ടോ ആള്. അപ്പോൾ എന്നെ കണ്ടിട്ടുള്ളൊരു സന്തോഷത്തിലാണ്. ചെറിയൊരു നാണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹെയർ കട്ടിങ് വീഡിയോ അത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.